നമുക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ട് BJP നമ്മുടെ സുരേഷ് ഗോപി. കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അപ്പോൾ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ കേരളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്സാക്കാം. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. അയാൾക്ക് പണ്ടിയുടെ വില കൂടിയാലെന്തര് കുറഞ്ഞാലെന്തര് 5 വർഷം പിടിച്ച് തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ആതിരയ്ക്ക് തോന്നുന്നുണ്ടോ തൃശ്ശൂരിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ള? ഭാഷ മനസ്സിലാവുണ്ടല്ലോ, ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം, ഇതല്ല ഉദ്ദേശം. സുരേഷ് ഗോപി സാറിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് പണ്ട് മുതൽ അദ്ദേഹത്തെ അറിയാവുന്നതാണ്. എന്തൊക്കെയായിരുന്നു തള്ളു വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16ആണ്. അദ്ദേഹത്തിന്റെ മോന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, സത്യം പറഞ്ഞാൽ അച്ഛൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ജയിക്കല്ലേ എന്ന്. കുരുത്തക്കെട്ട പിള്ളേരുണ്ടായ വയസ്സുകാലത്ത് താന്തമാർക്കിയത് തന്നെ പ്രയോജനം. എന്നെ പോലെയും നിന്നെ പോലെയും തലവരയില്ലാത്തവര് എന്തു വരച്ചാലും വെള്ളത്തി വരച്ച വരെയാണ്. സത്യം പറഞ്ഞാൽ അച്ഛൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ജയിക്കല്ലേ എന്ന്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു. കാരണം ഞങ്ങൾക്ക് കിട്ടാനുള്ളതും കൂടെ ചേർത്താണ് അച്ഛൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അത് നമുക്കൊക്കെ വിസിബിൾ ആയ കാര്യമാണ്. നമുക്ക് ഇടപെടണ്ടേ? ഇടപെടണം, പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പൊ ഇടപെട്ടാൽ നമ്മളും പെടും. നമ്മുടെ സമയം തീരെ ശരിയല്ല. ആളുകളോട് ഈ ട്രോളും ഇതും വരുന്നത് മാറ്റി നിർത്തൂ, യഥാർത്ഥ ജനങ്ങളോട് ചോദിക്കണം. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല, നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അനുശോചന സമ്മേളനം, പ്രതിമ ഉണ്ടാക്കൽ. അവർക്ക് അതായത് ഈ പാർട്ടിയിൽ കയറുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം എത്ര ആൾക്കാരെ അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ കൊടുത്ത് സഹായിച്ചിരിക്കുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? വീട് വെച്ചു കൊടുക്കുന്നു, ജോലി വാങ്ങി കൊടുക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊന്നും വയ്യാത്ത കുറെ ആൾക്കാർക്ക് ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്ന ഒരു അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ഇതുപോലെ ഇങ്ങനെയുള്ള ഒരാളാണ്. ആ ആൾക്ക് അധികാരവും അല്ലെങ്കിൽ ആ രീതിയിൽ ഫണ്ടും കാര്യങ്ങളും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പിന്നെ തിരുത്താൻ പോയില്ല. കാരണം എന്താ, എനിക്ക് സ്ഥാനമോഹവും പേരും പ്രശ്നമൊന്നും ആവശ്യമില്ലല്ലോ. രണ്ടും തമ്മിൽ ഭയങ്കര ഒരു അന്തരമുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശരിക്കും എന്താ നമ്മുടെ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്?